അങ്കമാലി ലിറ്റിൽ ഫ്ലവേഴ്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വിട്രിയോ റെറ്റിന സർജൻ ആയിട്ടുള്ള ഡോക്ടർ രമ്യ മറിൻ പൗലോസ് ആണ്. ഡോക്ടർ, എങ്ങനെയാണ് കണ്ണുകളെ പ്രമേഹം ബാധിക്കുന്നത്? പ്രമേഹം കണ്ണിന്റെ ഞരമ്പിലുള്ള രക്തക്കൊഴലുകളിലെ രക്തയോട്ടത്തിനെയാണ് ബാധിക്കുന്നത്. അത് രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ രക്തയോട്ടം കുറഞ്ഞു പോകും കണ്ണിലേക്കുള്ളത്. അങ്ങനെ കണ്ണിന്റെ ഞരമ്പിലെ രക്തയോട്ടം കുറഞ്ഞ് അതിൽ ബ്ലീഡിങ്ങും പല വിധത്തിലുള്ള നീരുകളും വന്നിട്ടാണ് കണ്ണിന്റെ കാഴ്ചയെ അത് ബാധിക്കുന്നത്. ഇതേപോലെ തന്നെ കണ്ണിന് തിമിരം ബാധിക്കാനുള്ള ഒരു സാധ്യതയും ഈ പ്രമേഹ രോഗികളിൽ വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ പ്രമേഹം ബാധിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രമേഹം ബാധിച്ചാൽ? പ്രമേഹം കാരണം ആദ്യം തന്നെ രോഗിക്ക് വരാവുന്ന ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോ ഈ ഒരു രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവണമെന്നില്ല, സിംറ്റമാറ്റിക് എന്ന് പറയും. അതായത് ആ രോഗിക്ക് പ്രത്യേകിച്ച് കാഴ്ച സംബന്ധമായി ഒരു ബുദ്ധിമുട്ട് തന്നെ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവണമെന്നില്ല. പിന്നീട് അതിന്റെ ഓരോ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച് ആ പ്രമേഹ രോഗിക്ക് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കണ്ണിന് മുന്നിൽ, അതായത് കാഴ്ച നമ്മൾ കാണുന്നതിന്റെ മുന്നിൽ കറുത്ത അടയാളങ്ങളോ അല്ലെങ്കിൽ നിഴലുകൾ പോലെ കാണുന്നതോ അല്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ചെയ്യാം. ഇതെല്ലാമാണ് പ്രമേഹ രോഗിക്ക് പ്രമേഹം കാരണം ഉണ്ടാവാവുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകളാണ് ഡോക്ടർ എടുക്കേണ്ടത്? വരാതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പറയാം ഐസ് ആർ ദ വിൻഡോ ടു ദ സോൾ. സോ ആ ഒരു ഇതിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ കണ്ണുകളാണ് ആദ്യം ചിലപ്പോൾ നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കി തരുന്ന ഒരു അവയവം. നമുക്ക് നേരിട്ട് പ്രമേഹത്തെ കാണാവുന്നതും കണ്ണുകളിലൂടെയാണ്. പലപ്പോഴും പല പേഷ്യൻസും നമ്മളുടെ അടുത്ത് കണ്ണ് ചെക്കപ്പിന് അവരിൽ കണ്ണിൽ വരുന്ന വ്യത്യാസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ പലപ്പോഴും പ്രമേഹം ഉണ്ടെന്ന് തന്നെ ആ രോഗിയോട് പറയുകയും അവരെ ടെസ്റ്റ് ചെയ്യുകയും അത് നിമിത്തം ആ രോഗിക്ക് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗിക്ക് ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ അത് നേരെ കൂട്ടി ചെക്കപ്പ് ചെയ്ത് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ സൂചിപ്പിച്ചു ഇത് തിമിരത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന്. അപ്പോ അതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്? തിമിരം ഏതൊരു പേഷ്യന്റിനും നമുക്ക് പ്രായമാവുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെൻസ് അത് നരച്ച് പോകുന്നതും അതുമൂലം തന്നെ കാഴ്ചശക്തി നൽകുന്ന രശ്മികൾ ഉള്ളിലേക്ക് കയറാതെ അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പ്രമേഹ രോഗിക്ക് ഈ തിമിരം കൂടാനുള്ള ഒരു സാധ്യതയും അത് നേരത്തെ ഏർലി ഓൺസെറ്റ്, അതായത് നമുക്ക് പ്രായം കൂടുമ്പോൾ വരാവുന്ന ഒരു അസുഖത്തെ അത് നേരത്തെ യങ് ഏജിൽ തന്നെ വരാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രമേഹം കാരണം ഉണ്ടാവുന്നത്. അപ്പൊ അതില് പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാക്ടർ ആ തിമിരം വരാതിരിക്കാനുള്ള. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.